അതെ, എല്ലാവരും പോലെ തന്നെ ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പം ഇഷ്ടപ്പെട്ട ഏതെടുത്താലും അതിലൊക്കെ ഉണ്ടാവും സ്റ്റോണ്. പിന്നെ ഈ സ്റ്റോണിൻ്റെ ഷൈനിങ് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കടക്കാരുണ്ടാവുമെന്നേ പറയുള്ളൂ. പക്ഷേ ഇതൊന്നുമല്ലല്ലോ സത്യാവസ്ഥ. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗോൾഡ് മേലുള്ള സ്റ്റോണിൻ്റെ കളർ എങ്ങനെയായാലും കുറച്ചൊന്നും മങ്ങിയിട്ടുണ്ടാവും. അപ്പം അതെങ്ങനെ വീണ്ടെടുക്കുക എന്നുള്ള ആ ഒരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതൊരു ശാശ്വതമായ പരിഹാരമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വരും. എന്നാലും എന്താ, നമുക്ക് നല്ല വെട്ടിത്തിളങ്ങണ സ്റ്റോണുള്ള സ്വർണ്ണക്കടാലോ. അപ്പോൾ ഏതായാലും ഇതാ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന 2 സ്റ്റോണുള്ള മോതിരവും 2 സ്റ്റഡുമാണത്. ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ അഴുക്കുകൾ ശരിക്കും കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇതൊന്ന് ഇളകി പോരണ ആ ഒരു മാജിക്ക് ഞാൻ കാണിച്ചു തരാവരി. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരിത്തിരി വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതവിടെ ചൂടായിക്കോട്ടെ. അപ്പത്തിന് നമ്മൾക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതാ ഈ കുഞ്ഞു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഈ ഗോൾഡിലേക്കൊക്കെ പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ചൊരു വിനാഗിരി, കുറച്ചധികം തന്നെ ആയിക്കോട്ടെ കേട്ടോ, വിനാഗിരി ഇട്ടിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുക. ഇപ്പം റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ സ്റ്റോണിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചളിയൊക്കെ തിരിത്തിരി ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഈ കറുപ്പ് പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തതാണ്. അപ്പം ഇതിന്ന് ഇളകി പോരുന്ന ചളി ശരിക്കും ലൈവായിട്ട് ഞാനൊരു വെള്ള പാത്രത്തിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് ചളി ഇളങ്ങണ്ടേ, അതിനായിട്ട് ഈ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കടന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പം ഈ സമയത്ത് നിങ്ങൾ വിചാരിക്കും ഗോൾഡിനോ സ്റ്റോണിനോ ഒക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഗോൾഡിനൊക്കെ ഞാനിങ്ങനെ തന്നെ ചെയ്യൽ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ആ ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ കറുത്ത സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ വരുന്നുണ്ട്. കുറേ ഉപയോഗിച്ച ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും വരും. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതുകൊണ്ടാണ് ഇത് ഇത്ര കണ്ട് വലിയതായിട്ട് രീതിയിൽ കാണാത്തത് കേട്ടോ. പിന്നെ ആകെ കുറച്ചല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ സംഗതി ഏതായാലും ഇത് കുറച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങക്കത്തിൻ്റെ ചളി കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ വെള്ള ബൗളിലേക്ക് തന്നെ മാറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനിയാണ് ഇപ്പം തന്നെ നമുക്ക് ഒരുവിധം ചളികളൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി ഡീപ്പ് ക്ലീൻ ചെയ്യാമല്ലോ. അതിനായിട്ട് കുറച്ച് ഡിഷ് വാഷോ ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട്, പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കഴുകി കൊടുക്കാം കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഒരുവിധം പെട്ട എല്ലാ ചളികളും പോകും. ഇപ്പം തന്നെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് ഇല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് കണ്ടപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ഇതിൻ്റെ ഡൾനെസ്സൊക്കെ പോയി ഇപ്പം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് പറയാലോ, ചിലർ പറയും ഇത് കഴുകി കഴിഞ്ഞാലും ആദ്യം ഇത്ര തിളക്കണ്ടേനല്ലോ. അപ്പം ഞാനിതിലുള്ള ചളി കാണിച്ചു തരാം. ഇത്ര ചളിയാണ് ആ ഒരു 2 റിങ്ങെന്നും 2 സ്റ്റഡെന്നും മാത്രമായിട്ട് പോയത് കേട്ടോ. വലിയ വലിയ സ്റ്റോണിൻ്റെ ആഭരണങ്ങളൊക്കെ സ്ഥിരമായിട്ട് ധരിക്കണമല്ലോ, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചളി പോകുന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. ഇതിൻ്റെ 2 റിങ്ങിനേക്കാളും കൂടുതൽ അഴുക്കുണ്ടേനത് ഈ ഒരു സ്റ്റഡാണ് കേട്ടോ. ഇതിൽ തന്നെ അങ്ങനെ വളഞ്ഞ് നിൽക്കണോണ്ട് തന്നെ ആ സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ചളി ഉണ്ടേനി. കാണുമ്പോൾ മനസ്സിലാവില്ല ഇനി. പക്ഷെ ഇത് കഴുകി കഴിഞ്ഞിട്ടപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള വെട്ടിത്തിളക്കം കണ്ടത്. അപ്പോൾ അതാ ഏതായാലും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ സ്റ്റോണിൻ്റെ ആഭരണം മാത്രമേ ഇങ്ങനെ കഴുകാൻ പറ്റുള്ളൂ എന്നില്ല. എല്ലാ ഗോൾഡും ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവം റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാം. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം.